അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് നമ്മുടെ ചെടികളൊക്കെ കായഫലമൊന്നുമില്ലാതെ അങ്ങനെ മുരടിച്ച് കീടങ്ങളൊക്കെ വന്ന് നശിപ്പിച്ച് അധികം കായൊന്നും ഉണ്ടാവാതെ എന്ത് ചെടിയായാലും നമ്മുടെ മത്തനായാലും കുമ്പളങ്ങ ആയാലും അതുപോലെ തന്നെ നമ്മുടെ കയ്പ്പായാലും നമ്മുടെ മുളക് ചെടി ആയാലും ആകെ നശിച്ച് പോകാറായിട്ട് നിൽക്കുകയെങ്കിൽ അത് നല്ല ക്ലിയറായിട്ട് നല്ലോണം കായകൾ ഉണ്ടാവാനും അത് നല്ലോണം തഴച്ച് വളരാനും ഉള്ളൊരു മരുന്നാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ട ഇത് കണ്ട, ഇത് ഞാൻ 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ഇന്നലെ ഞാൻ രാവിലെ വെള്ളത്തിലിട്ടു. രാത്രി ഞാനത് അരച്ച് വെച്ചു. എന്നിട്ട് ഇത് വേണ്ട, ഇത് കഞ്ഞിവെള്ളം നാളികേര വെള്ളം കൂടി എടുത്തതാണ്. അങ്ങനെ ഇത് നല്ലോണം ഇത് നമ്മളിങ്ങനെ അരച്ച് അത് നല്ലോണം ഇത് ഇതിൽ നല്ലോണം അങ്ങനെ യോജിപ്പിച്ച് ഇതൊരു 2-3 ദിവസമെങ്കിലും ഇത് ഒരു കുപ്പിയിലാക്കിയിട്ട് മൂടി വെക്കണം. എന്നിട്ട് നമ്മളിത് നല്ലോണം അരിച്ച് കുറച്ചും കൂടിയൊക്കെ വെള്ളമാക്കി ഇതൊരു 3 ദിവസം കഴിഞ്ഞ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഇതൊക്കെ അതിൽ അരിഞ്ഞ് വരും. എന്നിട്ട് അരിച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്താൽ ചെടി നന്നായി തഴച്ച് വളരും ചെയ്യും. കൂടുതൽ കായകളൊക്കെ ഉണ്ടാവും ചെയ്യും. മുളകായാലൊക്കെ വെള്ളീച്ച അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും പോകും. അപ്പം നമുക്കിത് ഒരു കുപ്പിയിലാക്കി മൂടി അടച്ച് വെക്കാം. ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ വളം ഇവിടെ റെഡിയായി. ഇപ്പോൾ ഒരു 4 ദിവസം എടുത്ത് വെച്ചു. ഇപ്പോൾ എല്ലാം അതിൽ അരിഞ്ഞ് ചേർന്നുണ്ട്. നമുക്കൊരു ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ ചെടിക്ക് നല്ലൊരു വളമാണ്.
അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം. ഓക്കെ, ടാറ്റാ.